ഐഡൻറ്റിറ്റി 2025 നല്ലൊരു ചിത്രത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് നമുക്ക് പ്രേക്ഷകർക്ക് ഈ ഒരു ചിത്രം സമ്മാനിച്ചിരിക്കുന്നത്. നേരിട്ട് സംവിധായകർ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ടോവിനോ തോമസ് നായകനായി, തൃഷ നായികയായി അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും അതേപോലെ കഥയുടെ കാര്യത്തിലായാലും ഓരോ ഫ്രെയിമുകളുടെ കാര്യത്തിലായാലും നല്ലൊരു ഡയറക്ഷൻ, കൈയടക്കമുള്ള ഡയറക്ഷൻ ആയാലും നല്ല ഒരു മ്യൂസിക്കും എല്ലാം തികഞ്ഞ ഒരു നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഐഡൻറ്റിറ്റി. ഈ ഒരു ചിത്രം 100 കോടി ക്ലബ്ബിൽ കയറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് എനിക്ക് തോന്നിയില്ല. അത് എല്ലാത്തരം പ്രേക്ഷകരും അന്യഭാഷയിലുള്ള പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. നല്ലൊരു ചിത്രം തന്നെയാണ്. നമ്മൾ ഫോറൻസിക്കിന് ശേഷം ചെയ്യുന്ന മൂവിയാണ്. എന്തുകൊണ്ട് ഫോറൻസിക്കിനെക്കാട്ടിലും സ്കെയിലും സ്കോപ്പും ഒക്കെ വളരെ വലിയ പടമാണ്. ഈവൻ തീമാറ്റിക് മെറ്റീരിയലാണെങ്കിലും കുറച്ചുകൂടെ കിട്ടിയൊരു മെറ്റീരിയലാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം പടം റിലീസ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസിൻ്റെയൊക്കെ റെസ്പോൺസ് കാണുന്ന സമയത്ത് വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് വിശ്വാസം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക, തിയേറ്ററിൽ തന്നെ വരിക എന്നതാണ്. കാരണം നമ്മൾ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ബാക്കി കാസ്റ്റ് വൈസൊക്കെ ആണെങ്കിലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടി തന്നെയാണ് പടം ക്ലിയർ ചെയ്തേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട്